ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് ഞങ്ങൾ കാട്ടിലേക്ക് വിറകുണ്ടാക്കാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ ആ ഒരു വീഡിയോയാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ കഴിഞ്ഞൊരു വീഡിയോയിൽ ഞാൻ കാടിനെ കുറച്ച് ഭാഗങ്ങൾ കാണിച്ചിട്ടുണ്ടായിരുന്നു. മുഴുവനായിട്ടും കാണിക്കാൻ പറ്റിയില്ല, ഒരു ചെറിയൊരു ഭാഗം മാത്രമേ കാണിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇന്ന് നിങ്ങളെ ഈ കാടിൻ്റെ ഉൾഭാഗം നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ആ ഒരു കാഴ്ചകളിലേക്കാണ് ഇന്ന് ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ട് പോകുന്നത് കേട്ടോ. അപ്പോൾ ഇത് ടവറാണ് കേട്ടോ. അപ്പോൾ ഈ ടവറിൻ്റെ ഭാഗത്തൂടെയുള്ള വഴിയിലൂടെയാണ് ഇപ്പോൾ ഞങ്ങൾ പോകുന്നത്. അപ്പോൾ ഞങ്ങളുടെ കൂടെ ഏടത്തിയമ്മയുണ്ട് കേട്ടോ. ഈ ഏടത്തിയമ്മയും ഞാനും ഏട്ടനും കൂടെയാണ് ഇപ്പോൾ വിറകുണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നിറയെ ഉണക്ക വിറകുകളങ്ങനെ പൊട്ടിക്കിടക്കുന്നുണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ അതൊക്കെ പെറുക്കാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. അപ്പോൾ പണ്ടൊക്കെ ഇവിടെ നിറയെ റബ്ബറായിരുന്നു കേട്ടോ. ഞങ്ങളുടെ കുട്ടിക്കാലത്തൊക്കെ ഞങ്ങൾ വിറക് പൊറുക്കാൻ ഒരു കാറ്റും മഴ ഉണ്ടായാൽ ഞങ്ങൾ ഓടിയെത്തി കുന്നിൻ്റെ മുകളിലേക്ക് കേട്ടോ വിറക് പൊറുക്കാനായിട്ട്. കാരണം നിറയെ ഉടക്കവിറകുകൾ അപ്പോൾ പൊട്ടി വീഴും. ഞാൻ കുന്നെന്ന് പറയാൻ കാരണം ഞങ്ങൾ ഈ ഒരു ഭാഗത്തേക്ക് കുന്ന് എന്നാണ് കേട്ടോ പറയുക. കുന്നത്തേക്ക് വിറകുണ്ടാക്കാൻ പോവുക, കുന്നത്തേക്ക് പോവല്ലേ അങ്ങനെയൊക്കെ പറയുമ്പോൾ നമ്മൾ കുന്ന് എന്നാണ് നമ്മൾ പറയുക. ഒരു കുന്നിൻ ചെരുവിലായിട്ടാണ് കേട്ടോ ഈ ഒരു ഭാഗം ഉള്ളത്, ഈ ഒരു കാട് ഉള്ളത് കേട്ടോ. ഞാനിങ്ങനെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഒരു മയിൽ അതിലൂടെ ഇങ്ങനെ പോകുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ അതിനെയും ഒന്ന് ഷൂട്ട് ചെയ്തു കേട്ടോ. പിന്നെ അതിൻ്റെ പുറകെ പോയപ്പോഴേക്കും അത് വേഗം പാസ് ചെയ്ത് വേഗം പോയി കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ ഏട്ടനും ഏടത്തിയമ്മയൊക്കെ ഇങ്ങനെ വിറകുണ്ടാക്കുന്നുണ്ട് ഓരോരോ ഭാഗത്തായിട്ട്. അപ്പം ഞാനും എനിക്ക് ഒറ്റയ്ക്ക് ഞാൻ ഇവരെ കാണുന്ന ഭാഗത്ത് നിന്നിട്ട് വിറകുണ്ടാക്കുക. ഒറ്റയ്ക്ക് ഒരു ഏരിയയിൽ പോയിട്ട് ഞാൻ ഇന്ന് അങ്ങനെ വിറകുണ്ടാക്കാറില്ല. കാരണം എനിക്കിപ്പോൾ നല്ല ഉള്ളിൽ നല്ല ഭയമുണ്ട്. പക്ഷെ ആളുകളുള്ളത് കൊണ്ടാണ്, പേട്ടനും ഏടത്തിയമ്മയൊക്കെ ഉള്ളത് കൊണ്ടാണ് ഞാനിവിടെ ഇങ്ങനെ നിന്ന് വിറകുണ്ടാക്കുന്നത്. ഇവിടെയൊക്കെ നിറയെ ഉണക്കവിറക് ഇങ്ങനെ പൊട്ടി വീണ് കിടക്കുന്നുണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ അതെല്ലാം പെറുക്കി നമ്മൾ ഓരോരോ ഭാഗത്തായിട്ട് നമ്മളിങ്ങനെ കൂട്ടി വെക്കും. ഇപ്പോൾ ഇതാ കണ്ടില്ലേ ഉണക്കവിറക് കിടക്കുന്നത്. ഇതുപോലെ ഒരുപാട് ഭാഗത്ത് ഇങ്ങനെ പൊട്ടി വീണ് ഇങ്ങനെ കിടക്കുന്നുണ്ടായിരിക്കും ഉണക്കവിറകൾ. അതെല്ലാം നമ്മൾ ഓരോ ഭാഗത്ത് കൂട്ടി വെച്ച് നമ്മൾ ഓരോ കെട്ടായി കഴിയുമ്പോൾ അത് വീട്ടിലേക്ക് കൊണ്ടുപോകും. ചുറ്റും നിശബ്ദതയാണ് കേട്ടോ. ആ ഒരു നിശബ്ദതയിൽ നിന്നുകൊണ്ട് ഇങ്ങനെ ചുറ്റും നോക്കിയാൽ നമുക്കുള്ളിൽ ശരിക്കൊരു പേടിയൊക്കെ തോന്നും. എനിക്കുള്ളിൽ എന്തായാലും ചെറിയ പേടിയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ ഇവരങ്ങനെ അടുത്തുള്ളത് കൊണ്ട് ഇവരുടെയൊക്കെ അടുത്തായിട്ട് തന്നെ ഞാൻ നിൽക്കാറ്. ദൂരേക്ക് അങ്ങനെ അഥവാ കുറച്ചിടം മാറി അങ്ങനെ വിറകിങ്ങനെ പെറുക്കാൻ കുറച്ച് മാറി പോയിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ഞാൻ നോക്കി ഇവരെ കണ്ടില്ലെങ്കിൽ ഞാൻ അപ്പം വിളിക്കും. ഇവരെ ഏട്ടനെ വിളിക്കും, അല്ലെങ്കിൽ ഏടത്തിയമ്മേനെ ഞാൻ വിളിക്കും. അപ്പോൾ അവരടുത്തുണ്ട് തോന്നി വേഗം അവരുടെ അടുത്തേക്ക് വരും. എനിക്ക് ഭയങ്കര ഉള്ളിൽ ചെറിയ നല്ല ഭയമൊക്കെ ഉണ്ട്. കാരണം ഇവിടെ ദുർമരണങ്ങളൊക്കെ സംഭവിച്ചൊരു കാടാണ്. അപ്പോൾ അത് കാരണം കൊണ്ട് അതൊക്കെ നമ്മുടെ ഉള്ളിലിങ്ങനെ പണ്ട് മുതലേക്ക് ഇങ്ങനെ ഓരോ പ്രേതങ്ങൾ പിശാചുക്കൾ അങ്ങനെയൊക്കെ ഉണ്ട് എന്നുള്ളൊരു അങ്ങനെ കഥകളിങ്ങനെ കേട്ടിട്ട് നമുക്ക് അങ്ങനെ ഒരു വിശ്വാസം ഉള്ളിൽ ഇങ്ങനെ എന്താ പറയുക ഉള്ളിൽ അങ്ങനെ വന്നുപോയി ഉണ്ട് എന്നുള്ളത്. ഇനിയിപ്പോൾ ചിലപ്പോൾ അത് സത്യമായിരിക്കാം, ചിലപ്പോൾ അതൊന്നും ഇല്ലായിരിക്കാം, വെറും നമ്മുടെ തോന്നലുകളായിരിക്കാം. പക്ഷേ എന്തോ ഇങ്ങനെ ഒന്ന് വിറകുണ്ടാക്കുമ്പോഴും ഉള്ളിലിങ്ങനെ ചെറിയൊരു ഭയമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അതും ഒരു രസമാണ്. പിന്നെ അവിടെ ആയിട്ട് ഇങ്ങനെ നിറയെ പുറ്റുകളുണ്ട് കേട്ടോ. പാമ്പുകളുടെ പുറ്റാണോ അതോ വെറും മണ്ണിൻ്റെ പുറ്റാണോ ഒന്നും അറിയില്ല. നിറയെ പുറ്റുകൾ അവിടെ ഇങ്ങനെ ആയിട്ട് കാണുന്നുണ്ട് കേട്ടോ. ചിലപ്പോൾ പാമ്പുകളുടെ പുറ്റായിരിക്കാം, കാരണം കാടാണല്ലോ അവരുടെ വാസസ്ഥലം. അപ്പോൾ ചിലപ്പോൾ അങ്ങനെ ആയിരിക്കാം, അതല്ലെങ്കിൽ വെറും മൺപുറ്റായിരിക്കാം. പക്ഷെ എന്നാലും നമ്മൾ അതൊന്നും അങ്ങനെ ഒന്നും ചെയ്യാറില്ല, ചവിട്ടാറ് അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. നമ്മൾ ആ ഭാഗത്തേക്ക് നമ്മളങ്ങനെ പോവാറില്ല. പുറ്റ് കണ്ടാൽ നമ്മളപ്പുറത്ത് ആ ഭാഗത്തേക്ക് ഞങ്ങളങ്ങനെ പോവാറില്ല. അപ്പോൾ അതിൻ്റെ വേറെ ഭാഗത്ത് നിന്നിട്ടൊക്കെയാണ് വിറക് നമ്മൾ ഉണ്ടാക്കാറ്. പിന്നെ വിറകൊക്കെ ഞങ്ങൾ ഉണ്ടാക്കി കഴിഞ്ഞു കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ വിറകൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ വീട്ടിലേക്ക് പോകാനുള്ള ഒരുക്കത്തിലാണ് കേട്ടോ. ഈ വിറക് ഇത് ലാസ്റ്റത്തെ കെട്ടാണ് കേട്ടോ ഈ വിറക്. ഇപ്പം നമ്മൾ വീട്ടിലേക്ക് ഇപ്പം 2-3-4 കെട്ട് ഇപ്പോൾ വീട്ടിൽ കൊണ്ടുപോയിട്ട് വന്നു. പേട്ടനാണ് കേട്ടോ വിറകും കെട്ടൊക്കെ കയറ്റുന്നത്. അപ്പം ഏട്ടൻ പറഞ്ഞു ഞാൻ കൊണ്ടുപോയിടാം. അങ്ങനെ ഏട്ടൻ ഓരോ കെട്ട് വിറക് ഉണ്ടാക്കിയിട്ട് ഇപ്പം നമ്മൾ റോട്ടിലേക്ക് നമ്മുടെ വീടിനടുത്തേക്ക് പോകുന്ന അടുത്ത റോഡുണ്ട്. ആ റോഡിൻ്റെ ഭാഗത്തായിട്ട് നമ്മൾ ഓരോ കെട്ട് അവിടെ കൊണ്ടുവയ്ക്കും. എന്നിട്ട് അങ്ങനെ അവിടെ നിന്ന് ഏറ്റിട്ട് പോവുകയാണ്. കാരണം ഇല്ലെങ്കിൽ പിന്നെ ഇതിൻ്റെ നടുവിൽ ആയിട്ട് നിൽക്കണ്ടേ, ഈ കാടിനുള്ളിലായിട്ട് നിൽക്കണ്ടേ. അപ്പോൾ അത് കാരണം കൊണ്ട് താഴെ കൊണ്ടുപോയി വെക്കും. അങ്ങനെ നമ്മൾ ഓരോ കെട്ട് അവിടെ നിന്ന് എടുത്തിട്ട് പോവുക ചെയ്യാം. അങ്ങനെ ഞങ്ങളിത് ആ വീട്ടിലെത്തിയിട്ട് വിറകൊക്കെ ഞങ്ങൾ കെട്ടൊക്കെ കഴിച്ചിട്ട് അവിടെ ഉണക്കാനിട്ടിരിക്കുകയാണ്. നല്ല വെയിലുണ്ടായിരുന്നു കേട്ടോ.
അപ്പോൾ കുറച്ചുകൂടെ നന്നായിട്ടൊന്ന് ഉണങ്ങട്ടെ എന്ന് വിചാരിച്ചിട്ട് എല്ലാം അവിടെ ഉണക്കാൻ വെയിലത്തിട്ടിരിക്കുകയാണ്. കാരണം നല്ല വെയിലുണ്ടായിരുന്നു. പിന്നെ നല്ലോണം ഉണങ്ങിക്കഴിഞ്ഞാൽ കത്തിക്കാനും സുഖമാണല്ലോ. അപ്പോൾ ഉണക്കാനിട്ടിരിക്കുകയാണ്. ഇനി വേഗം പോയി കുളിക്കണം. കുളി കഴിഞ്ഞിട്ട് വന്നിട്ട് വേണം റിച്ചൂട്ടിനെ എടുക്കണമെങ്കിൽ. പിന്നെ അപ്പോൾ അത്രയേ ഉള്ളൂ കേട്ടോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് അറിയിക്കുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതുവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.